എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മളിപ്പം ഇന്ന് ജയ്പൂര് വിട്ട് പോവുകയാണ്. അതെ, ഒരാഴ്ചത്തെ ജയ്പൂരിലെ കറക്കങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുന്നു. അപ്പം രാവിലെ നമ്മൾ PG എന്നൊക്കെ വെക്കേറ്റ് ചെയ്ത് ഇറങ്ങി. പിന്നെ വണ്ടിയെല്ലാം ഫുള്ളൊന്ന് ഒതുക്കി, പരിപാടിയില്ല എല്ലാം എടുത്ത് ഒതുക്കി. അതെല്ലാം വെളിയിലെടുത്തിട്ടിട്ട് തിരിച്ചെല്ലാം എടുത്ത് മടക്കി ഫുള്ള് ഒതുക്കി വെച്ചു. അപ്പം വണ്ടി ഒന്ന് വാഷ് ചെയ്യണമെന്നൂടെ വെച്ചാൽ അപ്പം അതിന് സമയം കിട്ടിയില്ല. അപ്പം അതിന് പിന്നെ കഴുകാം. അല്ലെങ്കിലും നീ പൊടിക്കാത്തോട്ടാണല്ലോ പോകുന്നത്. അതെ, അപ്പം നമുക്കത് പിന്നെ കഴുകാന്ന് വെച്ചു. അതെ, ഉദയ്പൂർ എവിടെയെങ്കിലും ചെന്നിട്ട് നമുക്ക് സാവധാനം കഴുകാം. ഇപ്പം പരിപാടികളെല്ലാം തീർന്നു. അതെ, അപ്പം രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് ഫുള്ള് ഒതുക്കി വെച്ചു. ഇവിടെ എല്ലാം ഫുള്ള് ഇതായിട്ട് കിടക്കുമായിരുന്നു. അപ്പം ഇവിടെ ഞങ്ങളുടെ കുറച്ച് ബ്ലാങ്കറ്റും പുതപ്പും ഒക്കെ, പിന്നെ താഴെ വെള്ളം, പിന്നെ ബാഗ്, തുണിയുടെ ബാഗ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ബാക്കിൽ പിന്നെ എല്ലാം ഫുള്ള് ഒതുക്കി. ഇപ്പം ബാഗുകൾ കൂടി അല്ലേ? ആ പുറകിലെല്ലാം മൊത്തം ഞങ്ങൾ 2-3 വരെ സാങ്നീരി മറ്റേ ബെഡ്ഷീറ്റുകളൊക്കെ മേടിച്ചുകൊണ്ട് കുറച്ച് പുറകിലോട്ട് കുറച്ച് സാധനങ്ങൾ കൂടി. ഇനി സോക്സ് ഒക്കെ ഞങ്ങൾ കഴുകി മണ്ടയിലിട്ടു. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ജയ്പൂർ ഔട്ടറിലാണ് സിറ്റിയുടെ. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് റൈറ്റ് പോയി കഴിഞ്ഞാൽ ജയ്പൂർ സിറ്റിക്ക്. അപ്പം ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും പോയേക്കാം. സംഗനീർ ഇൻഡസ്ട്രിയൽ ഏരിയ, മാൻസരോവർ ഒക്കെ നേരെ, അജ്മീറൊക്കെ നേരെ. ഇത് ഇവിടെ പിള്ളേരൊക്കെ നിന്ന് പട്ടം പറത്തുന്നുണ്ട്. മകരസംക്രാന്തിയൊക്കെ കഴിഞ്ഞു, എന്നാലും പട്ടമൊക്കെ പറത്തുന്നുണ്ട് ഓരോരുത്തർ. കണ്ട് എല്ലാവരുടെയും കയ്യിൽ പട്ടമുണ്ട്. അതെ, അവിടെ വീടിൻ്റെ മേളിലൊക്കെ നിന്ന് അവർ പട്ടം പറത്തുക. ജയ്പൂർ വന്നിട്ട് ഒരാഴ്ചയല്ലേ? ഒരാഴ്ച നല്ലൊരു ജീവിതമായിരുന്നു ജയ്പൂര്. പെട്ടെന്ന് ഒരാഴ്ച പോയതും. അതെ, പെട്ടെന്ന് പോയല്ലേ? ശരിക്കും പെട്ടെന്ന് പോയി, ഭയങ്കരമായിട്ട് പെട്ടെന്ന് പോവുകയും ചെയ്തു. നല്ല രസമായിരുന്നു. നമ്മൾ ഈ ട്രിപ്പില് ഏറ്റവും കൂടുതൽ നിന്ന സ്ഥലം ജയ്പൂര. ഇത്രയും ദിവസം നമ്മൾ വേറെ ഇടത്ത് നിന്നില്ല. തന്നെ നന്നായിട്ട് എൻജോയ് ചെയ്യുകയും ചെയ്തു ഒരാഴ്ച വന്ന്. ഭയങ്കര സമാധാനത്തിലാണ് ജയ്പൂര് നമ്മൾ കണ്ടത്. ധൃതി ഒന്നും വെച്ചില്ല, നല്ല സ്ലോ ആയിട്ട് എല്ലാവരും കണ്ട് സമാധാനപരമായിട്ട് മൊത്തം കണ്ട് തീർത്ത്. നമ്മൾ ഇതുവരെ രാജസ്ഥാനിൽ പോയതിൽ ഏറ്റവും നല്ല സിറ്റി ജയ്പൂരായിരുന്നു. ഏറ്റവും നല്ല വലിയ സിറ്റിയും ജയ്പൂരായിരുന്നു. ജയ്സാൽമീറൊക്കെ കുഞ്ഞു സിറ്റി ആയിരുന്നു. ബാക്കി മൊത്തത്തിൽ വെച്ച് നോക്കുമ്പോൾ ജയ്പൂർ നല്ലൊരു സിറ്റിയാണ്. ജയ്പൂർ ഇത്ര വലിയതെന്ന് ഞാൻ ആദ്യം വിചാരിച്ചില്ല. രാജസ്ഥാൻ്റെ തലസ്ഥാനവും പിങ്ക് സിറ്റിയായ ജയ്പൂർ വിട്ട് നമ്മളപ്പം ലേക്ക് സിറ്റിയായ ഉദയ്പൂരിലേക്കാണ് പോകുന്നത്. പുത്തേഡ് ഫാമിലി വ്ളോഗിൻ്റെ ലേക്ക് സിറ്റിയിലേക്കുള്ള കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ടൗണിൽ നിന്ന് ഔട്ടറിലേക്ക് എത്തി, ഹൈവേ വന്ന് കയറി കിഷൻഘട്ട് നേരെ. ഈ കിഷൻഘട്ടിൻ്റെ അവിടെ ഒരു മാർബിൾ ഡംപിങ് യാർഡല്ലേ? ഈ മാർബിൾ ഡംപിങ് യാർഡ് അവിടുത്തെ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, മഞ്ഞ് പോലെ കിടക്കുന്നത്, ഭയങ്കര വൈറ്റ് ഡെസേർട്ട് എന്ന് പറയില്ല, ആ ഒരു ഫീല് വരും. നമ്മൾ നേരെ അജ്മീർ റൂട്ടിലാണ് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞതേ വെൽക്കം ടു ജയ്പൂർ റിംഗ് റോഡ്, സദേൺ കോറിഡോർ. അപ്പുറത്തന്നെ അവിടെ വഴി ബ്ലോക്കാക്കി വെച്ചേക്കാണല്ലോ, പോലീസുകാരൊക്കെ നിൽപ്പുണ്ട്. ഒരു ഐഡിയ ഇല്ല, ഏതെങ്കിലും ലോറികളെല്ലാം വന്ന് നടക്കുന്നത്. ആ സൈഡിലെ ഹൈവേ മൊത്തത്തിൽ ബ്ലോക്കാണ്. ഇടയ്ക്കെല്ലാം ഓപ്പോസിറ്റ് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കൂടെ വണ്ടി കയറി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കാര്യമൊന്നും മനസ്സിലായില്ല. ഇതുകൊണ്ട് ഇവിടെ എല്ലാം മൊത്തം ഹൈവേ ബ്ലോക്കായി നിൽക്കുക. ഇനി അങ്ങോട്ടെല്ലാം ബ്ലോക്കായി നിൽക്കുക വഴി. കുറേ നേരം ആയെന്ന് തോന്നി ആൾക്കാരെല്ലാം വെളിയിൽ ഇറങ്ങി നിൽക്കുന്നു. ഒരു ഐഡിയ ഇല്ല എന്നാണോ. അതുകൊണ്ട് ആ സൈഡിൽ കൂടെ ഓപ്പോസിറ്റ് വണ്ടി കയറി വരുന്നുണ്ട്, കണ്ടോ? ബസ്സൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഈ സൈഡ് മൊത്തം ബ്ലോക്കുവാ. ഇത് കുറേ ദൂരം ബ്ലോക്കായിട്ടുണ്ട്. ഇപ്പം തന്നെ 1-2 കിലോമീറ്റർ ആയി. 6 ലൈൻ ഹൈവേ ബ്ലോക്കായി നിൽക്കുന്നത്. എന്ത് വണ്ടി ഉണ്ടല്ലേ? എന്തല്ലേ സംഭവം? എന്ത് സംഭവം എന്നൊരു ഐഡിയ ഇല്ല. ഇതേ കടുക് പാടങ്ങൾ ഇഷ്ടം പോലെ കടുകുണ്ടല്ലേ? അതെ, രാജസ്ഥാനിൽ കയറിയ പിന്നെ ഫുള്ള് ഇതേ കാണുന്നു. രാജസ്ഥാനോ മധ്യപ്രദേശോട്ടുള്ള? ശരിയാ. അങ്ങോട്ട് വേറെ കുറെ കൃഷിയുണ്ടല്ലേ? ഒരാഴ്ച ജയ്പൂർ നിന്നിട്ടും നമ്മൾ ചെയ്യാത്തൊരു കാര്യമുണ്ട്. ലാക്കച്ചുടിയ ബാംഗിൾ മേക്കിംഗ്. വള ഉണ്ടാക്കുന്ന കണ്ടില്ലല്ലേ? അത് കാണണമെന്നൊക്കെ പറഞ്ഞ തൊള്ളി കളിച്ച് ജയ്പൂരിന് പോയത്. സത്യം, അത് കാണാൻ നമ്മൾ ബാപ്പു ബസാറിലും പോയത്. പക്ഷെ ബാപ്പു ബസാറിലല്ല, അതിന്റെ അവിടെ നിന്ന് 1.5 കിലോമീറ്റർ ഉണ്ട് അതിന്റെ തന്നെ ഉള്ള ബസാറിലോട്ട്. പക്ഷെ അവിടെ പോയില്ല നമ്മൾ. വളം നമ്മൾ രണ്ടുപേരും ഇടൂല, എന്നാലും വെറുതെ അത് ഉണ്ടാക്കുന്ന കാണാൻ പോണോന്നുണ്ടായിരുന്നു. അതെ, അത് നടന്നില്ല. അതെ, ഇനിയിപ്പം ഉദയ്പൂർ വേണേ ചെല്ലുമ്പോൾ നോക്കാം അവിടെ ഉണ്ടോന്ന്. ജയ്പൂരിന്നൊരു 100-400 കിലോമീറ്ററോളം ഉണ്ട് ഉദയ്പൂരിലേക്ക്. അപ്പം നമ്മൾ ഇന്നെന്തായാലും ഉദയ്പൂർ എത്തില്ല, നാളെ ഉദയ്പൂർ എത്തുന്നുള്ളൂ. ഇന്നും നമുക്ക് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കാം വൈകുന്നേരത്തേക്ക്.
ഫുഡൊക്കെ നമുക്ക് ഉണ്ടാക്കാം. പക്ഷെ ആദ്യം എനിക്ക് 4 മണിയാകുമ്പോൾ ചായ വേണം. 4 മണി കഴിഞ്ഞു, അത് വേറെ കാര്യം. വെയിലൊന്നും കുറയട്ടെ, എന്നിട്ട് എവിടെ നമുക്ക് നിർത്തിയിട്ട് ചായ കുടിക്കാം. ചായ നമുക്ക് ചായ മേടിക്കാം. അല്ല, ചായ മേടിക്കാം, ചായ ഉണ്ടാക്കാം. അതെ, വെക്കാം. എന്നിട്ട് നമുക്ക് എവിടെയെല്ലാം നിർത്തിയിട്ട് ചിക്കൻ മേടിക്കാം അല്ലേ? ആ, ചിക്കൻ ഫ്രൈ, ചോർ. അതെ. വാവ്, നല്ല വെയിലിന്ന്. ആ, വൈകുന്നേരം ഭയങ്കര വെയില. കണ്ണാടി വെച്ചിട്ട് വെയിൽ ഭയങ്കരമായിട്ട് വരും. സത്യം. ഇവിടെ അപ്പുറത്തെ ആ, പഠാൻ എന്ന് പറഞ്ഞൊരു ടൗൺ ഉണ്ട്. ചെറിയൊരു ബോർഡ് ഉണ്ട് അപ്പുറത്തുനിന്ന്. അപ്പം അങ്ങോട്ട് വേണം നമുക്ക് പോയി നോക്കാം വല്ലതും കിട്ടുമെന്ന്. ഹം ആകെ സേ ലെഫ്റ്റ് ജാക്കർ മുർഗി കാ ദുക്കാൻ देखने के लिए जा. ബാക്കി പോവാം. അത്ര കയറിയുള്ളൂ. മുർഗി കാ ദുക്കാൻ മനസ്സിലായി? അത്ര മനസ്സിലായല്ലോ? ആ, മനസ്സിലായി. ഇത്ര പെട്ടെന്ന് ലെഫ്റ്റ് ആയെന്ന് ഞാൻ കരുതിയില്ല. അതെ, പാസ് മേം ഹേ. ഇവിടെ പച്ചക്കറി കടയൊക്കെ ഉണ്ട് കേട്ടോ. പച്ചക്കറിയും മുട്ടയും ഒക്കെ മേടിച്ചിട്ട് പോവാം. അല്ല, ചിക്കൻ കട വേണ്ടേ? ഇവിടെ ആരോടെങ്കിലും പോയി ചോദിച്ചു നോക്കിയാലോ ചിക്കൻ കട ഉണ്ടോ? ചോദിച്ചോ. ട്രാൻസ്ലേറ്റർ ഇറങ്ങി പോയിട്ടാ ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, നീയാണ് ആ ട്രാൻസ്ലേറ്റർ. പോയിട്ടാ. ആയിക്കോട്ടെ. ഞാൻ ഇതർമേ ഗാഡി കടക്കത്തേക്ക് അതന്നെ, മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. ഞാനാങ്ങിപ്പോയി ചിക്കൻ ഷോപ്പ് ഉണ്ടോ നാട്ടിലൊക്കെ ചോദിക്കാൻ പോവാണ്. അതെ, മട്ടൻ വേണോ ചിക്കൻ വേണോ? ചിക്കൻ പോരെ, മട്ടൺ ആകുമ്പോ കറി വെക്കണ്ടേ? ആ, തന്നെയല്ല, ചിക്കൻ കട ഈ വഴി ഇല്ല. ഞാൻ ആ ചേട്ടനോട് ചേട്ടൻ പറഞ്ഞു ഈ വഴിയില്ല. മെയിൻ റോഡ് നമ്മൾ വന്ന ഹൈവേ തന്നെ 2 കട ഉണ്ടായിരുന്നു പുറകില്. ഞാൻ പറഞ്ഞു ഞങ്ങൾ കണ്ടില്ല. അല്ല, ഇനി നേരെ ഫ്രണ്ടിലോട്ട് പോയ 2 കിലോമീറ്ററിനുള്ളിൽ തന്നെ ചിക്കൻ കട ഉണ്ടെന്ന് പറഞ്ഞു, ലെഫ്റ്റ് സൈഡിൽ തന്നെ. ആ, അപ്പം നമുക്ക് നേരെ തിരിച്ച് പോകാം. കണ്ണാടി വെച്ചേക്കുന്നോണ്ട് സൈഡൊന്നും അങ്ങ് കാണാൻ പറ്റില്ല. ഓ, നമ്മൾ വീണ്ടും ഹൈവേ കൂടെ ചിക്കൻ തേടിയുള്ള യാത്ര തുടരുകയാണ്. ഈ കണ്ണാടി തിരിയുന്നിടൊന്നും വരെയും കാണാൻ പറ്റില്ല. എനിക്ക് ഈ കണ്ണാടി വെക്കുന്നതിനോട് വലിയ താല്പര്യമില്ലാത്തൊരു സംഭവമാണ്. പിന്നെ വെയിലായതുകൊണ്ടും ഇതെന്തേലും താത്ത് വെച്ചാലും എൻ്റെ കണ്ണിൽ വെയിലടിക്കുന്നതുകൊണ്ടും മാത്രം വെക്കുന്നത്, അടിക്കാത്തത് കൊണ്ടും. അതെ. ഇനി ലെഫ്റ്റ് സൈഡ് നോക്കിയിരുന്നാൽ ചിക്കൻ കട കിട്ടും. അതാ ഞാൻ പറഞ്ഞ ഹൈവേ ഇറങ്ങണ്ട, ഇവിടെ ഹൈവേ സൈഡിൽ തന്നെ കിട്ടും. ഇല്ലടാ, ചിലപ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെ കുഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴും ഉണ്ടാവും. ഞാൻ ഹൈവേ സൈഡിൽ കണ്ടില്ല, അതാ പിന്നെ ഞാൻ ഇറങ്ങാന്ന് വെച്ച്. ടോളിലൊക്കെ എന്താ തിരക്ക്? സത്യം. ടോള് നമ്മൾ മറ്റേ ഫാസ്റ്റ് ടാഗ് എടുത്തിട്ടുണ്ട്. മറ്റേ 3000 രൂപയ്ക്ക് 200 ടോളിൽ പാസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് കുഴപ്പമില്ല. അത് സത്യം നല്ലൊരു ഓഫറായിരുന്നു കേട്ടോ. ലോറിക്കും കൂടെ കൊണ്ടുവരുമായിരുന്നെങ്കിൽ. ആ, ശരിയല്ലേ? ഇത് ചെറിയൊരു ടൗൺ ആണ്. അത്യാവശ്യം നല്ല ടൗണാണ്. ഇവിടെ ഇഷ്ടംപോലെ കടകളുണ്ട്. ഇവിടെ എവിടെയെങ്കിലും കിട്ടും. അല്ല, ഇവിടെ അല്ലാണ്ട് ഫുഡിന്റെ കടകളുണ്ട്. ദേ, വൈൻ ഷോപ്പ് ഉണ്ട്. വൈൻ വേണോ ചേച്ചേ? ഓ, വൈനൊന്നും വേണ്ട. ആദ്യം അതെ, ഇത്തിരി കഞ്ഞിയും ചിക്കൻ ഫ്രൈയും കൂടെ കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങട്ടെ രാത്രി. ഇവിടുത്തെ ചിക്കൻ ഷോപ്പിൽ ആളില്ല. അവിടെ വായന ഫ്രണ്ടിൽ ഒരെണ്ണോടുണ്ടെന്ന് പറഞ്ഞു, അവിടെ നോക്കാം. ദേ, അവിടെ ലെഫ്റ്റ് സൈഡ് നിർത്തിക്കുക, അവിടെ ചിക്കൻ ഷോപ്പ് ഉണ്ട്. ദേ, ബ്രാവ് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഇതുണ്ടോ, മേളിൽ ഇഷ്ടം പോലെ പ്രാവുകൾ ഇരിപ്പുണ്ട്. 240. എന്താ 240? आधा किलो के 120. എന്താ പറഞ്ഞേ? 120 രൂപ അല്ലേ? 120. എന്തിനും 1 കിലോയ്ക്കോ? അര കിലോയ്ക്ക്. അര കിലോ നമുക്ക് പോരെ? അര കിലോ മതി. പോരെ? മതി. ഒരു ദിവസത്തേക്കല്ലേ, ഫ്രിഡ്ജൊന്നും ഇല്ലല്ലോ. ഇല്ലില്ല, അത് മതി. ഇപ്പൊ ചിക്കൻ മേടിക്കുകയാണെങ്കിൽ നാളെ രാവിലത്തേക്കും കൂടെ കഴിക്കാം. ഇന്നൊരൊറ്റ തവണ കുക്ക് ചെയ്താൽ മതി. നാളെ രാവിലെ ഉച്ചയ്ക്കും വേണേ കഴിക്കാം. അപ്പോൾ 1 കിലോ മേടിക്കാം. ഒന്ന് മേടിച്ചോ. ഞങ്ങൾ തന്നെ ഉള്ളതിന്റെ അളവ് ഞങ്ങൾക്ക് അറിയത്തില്ല. എന്തായാലും മേടിച്ചോ. ചീത്തയായി പോയില്ല, തണുപ്പായതുകൊണ്ട് കുഴപ്പമില്ല. എനിക്ക് ഇതിനെ കൊല്ലുന്നുണ്ടാ കഴിക്കാൻ പറ്റില്ല. കരച്ചിൽ വരുമോ? സങ്കടം തോന്നും. ചിക്കനൊക്കെ കിട്ടി. 1 കിലോ ചിക്കന് 240 രൂപയല്ലേ 1 കിലോ ചിക്കന്? അവിടെ ഉള്ളല്ലോ ആടില്ലേ, ആടിങ്ങനെ തല ഇങ്ങനെ ഉണങ്ങി, എനിക്ക് എന്തോ ഉണങ്ങിയിട്ട് ഇങ്ങനെ എന്തോ ഇങ്ങനെ നാക്ക് മാത്രമേ വെളിയിട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. നന്നായി ഞാൻ കയറാഞ്ഞു. ഇത് ട്രക്ക് ലേബയാ അല്ലേ? ട്രക്ക് ലേബയാ. ഈ വഴി നേരെ പോയി കഴിഞ്ഞാൽ അജ്മീറൊക്കെ. അപ്പം നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് പോവാ. ചിത്തോർഘട്ട്, ചിത്തോർഘട്ട്, ഉദയ്പൂർ. മനസ്സിലായി വായിച്ചെടുത്തു. അതൊക്കെ ലെഫ്റ്റ്. അപ്പുറത്തുനിന്ന് റൈറ്റ് നേരെ പോകുന്നത് അജ്മീർ. അപ്പം ഇത് നമ്മളിപ്പോൾ കയറുന്ന NH 48 തന്നെയാണ്.
ആ വഴി നേരെ പോകുന്നത് NH58. ഉദയ്പൂർ, അഹമ്മദാബാദ്, മുംബൈ ഒക്കെ നേരെ. നമ്മൾ ഉദയ്പൂർ റൂട്ടിൽ വന്ന് കയറിയിരിക്കുന്നു. NH48. അതെന്നെ പൊന്നു. എനിക്കതില്ല. എന്തോ ഒരു സാധനം, ഒരു ലോഡ് മൊത്തം ഉണ്ട്. ഒരു 2 ലോഡ് ഉണ്ടെന്നത്. 2 ലോഡുണ്ട്. ഇവിടെയൊക്കെ മറ്റേ ലോറിയിലൊക്കെ നമ്മൾ തൂക്കിയിടുന്ന കൂട്ട് സംഭവങ്ങളില്ലേ, ഈ നോർത്ത് ഇന്ത്യൻ വണ്ടി നോക്കിയാൽ കാണാം. അത് കൂട്ട് സാധനങ്ങളുണ്ട്. 2 മേടിച്ച് സ്കോർപ്പിയോ തൂക്കിയാലോ? തൂക്കാം. ഞാനല്ലേ പറഞ്ഞ കണ്ടപ്പോഴേ 2 മേടിച്ച് തൂക്കിക്കോ. ഇതുണ്ടോ അപ്പച്ചന്മാരൊക്കെ വൈകി പോകുന്നുണ്ടോ തലപ്പാവൊക്കെ വെച്ച്. ചെറുതായിട്ടൊന്ന് സൂര്യൻ അസ്തമിച്ചു തുടങ്ങി. ചായ അസ്തമിച്ചിട്ട് മതിയാ? ചായ മതി. എന്നിട്ട് നമുക്ക് ചിക്കനൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം, ഒന്നിച്ചാക്കാം പരിപാടി. നമ്മുടെ ഒരു ഫാമിലി മെമ്പർ ആ ചേട്ടൻ വീഡിയോ ഒക്കെ കാണാം. അപ്പോ ട്രക്കിലേക്ക് പുറയിലുള്ള ലോറി ട്രെയിലർ. നമ്മള് പോകാൻ തുടങ്ങായിരുന്നു. അപ്പൊ അവരൊന്ന് എന്നോട് ചോദിച്ചു ലോറിയൊക്കെ കൊണ്ടുവരുന്നതല്ലേ, അതിന്റെ വീഡിയോ ഇടുന്നല്ലേ. അതിനൊന്നും ഇനി യൂണിഫോമും കൂടെ അല്ലേ കറക്റ്റ് ഇട്ടേക്കുന്നത്? അതാ. ഇല്ല, ഞങ്ങളെ ആർക്കും ഇതുവരെ മനസ്സിലായില്ലായിരുന്നു. ഇവിടെയൊക്കെ മറ്റേ അത് കൂട്ടി ഇഷ്ടംപോലെ സാധനങ്ങൾ കിട്ടും. പിന്നെ ചെറിയ ധാബകളും കടകളും എല്ലാം. എനിക്ക് ലോറി ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു കേട്ടോ. ഞാനും. നമ്മളല്ലേലേ സിറ്റിന്ന് ഹൈവേ കയറുമ്പോ 4 ലോറി പോകുന്നുണ്ട്, ഭയങ്കര സമാധാനാണ്. സത്യം കേട്ടോ. ലോറി ഇരുന്ന് പോകുന്നതിന്റെ ആ ഒരു കംഫർട്ട് ഭയങ്കരമായിട്ട് കാറിലില്ല. അത് ഭയങ്കരമായിട്ട് നമ്മൾ മിസ് ചെയ്യുന്നു. അതെ. പിന്നെ ലോറി പതുക്കല്ലേ പോന്നേ. കാലം നമ്മൾ പതുക്കെ പോയെന്നാലും ആ ഒരു ഇതല്ല, ഒരു രസമില്ല. ലോറിയിൽ ഇരിക്കുമ്പോൾ ആ ഒരു വ്യൂ ആണ് മെയിൻ മിസ് ആവുന്നത്. അതെ, ഭയങ്കര സുഖമാണ്. ഇത് പെട്ടെന്ന് പോകുന്നുണ്ട്, അതൊക്കെ ഓക്കെ, പക്ഷെ അതൊരു ഹോംലി ഫീൽ. സൂര്യൻ എന്തേ പതുക്കെ താന്നു തുടങ്ങി. പെട്ടെന്നല്ലേ വെയില് പോയി അങ്ങ് താഴാൻ തുടങ്ങിയത്. ഇനി എവിടെയും നല്ല സീനറി ഉള്ളതൊക്കെ നോക്കി വണ്ടി ഒതുക്കിയാൽ ഞാൻ ചായ വെച്ച് തരാം. ഇവിടെ സീനറി നോക്കാൻ പോയി കഴിഞ്ഞാൽ സൂര്യൻ പോവും. അങ്ങനെയല്ല, എവിടെ ഇടയുള്ളടത്ത് ഒതുക്കിക്കും. സ്ഥലമുള്ളവർക്ക് അത് ഇതുകൊണ്ട്. ഇനി ഉദയ്പൂരിന് ഇനിയുണ്ട് 344 കിലോമീറ്റർ. ഇത് അല്ല, അത് ട്രക്ക് ഇല്ല. അതെ, അല്ല സർവീസ് റോഡ്. സോറി, അത് ഗോതമ്പാ നട്ടേക്കുന്നതെന്ന് തോന്നുന്നു. സൂര്യാസ്തമയം കാണാൻ എന്തൊരു ഭംഗിയല്ലേ. പിന്നുണ്ടല്ലോ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഡിസ്കവർ ചെയ്തു. എന്ത്? നമ്മൾ കഴിഞ്ഞിടയ്ക്ക് ഒരു ഇല കണ്ടിട്ട് മേത്തിയാന്ന് വിചാരിച്ച് എന്താന്ന് മനസ്സിലാണ്ട് നിന്നില്ലേ? അത് മേത്തിയല്ല, അത് പശുവിന് കൊടുക്കുന്ന പുല്ല. അത് അതങ്ങനെ മനസ്സിലായി? അമ്മ അത് കണ്ടുപിടിച്ചു. അമ്മ കണ്ടുപിടിച്ചു. അല്ലാണ്ട് എങ്ങനെ മനസ്സിലാവും? അല്ലാണ്ട് എനിക്ക് മനസ്സിലാകത്തില്ല. അതാ അവര് വേറെന്തോ പേര് പറഞ്ഞില്ലേ? അതാ പശുവിന് എടുക്കുന്ന പുല്ലിന്റെ പേരാ പറഞ്ഞത്, മേത്തിയല്ല. നീലാമലരേ നീലാമലരേ പ്രഭാകിരണം വരാനാ. ബാക്കി പാട്ടിന്റെ ബാക്കിയോടെ ബാക്കിയൊന്നുമില്ല, ബാക്കി ലിറിക്സ് അറിയത്തില്ല. സൂര്യൻ ആ മലയുടെ മുകളിൽ അസ്തമിച്ചു കേട്ടോ. സൂര്യൻ ഇതേ ആ മലയുടെ മറവിലേക്ക് അസ്തമിക്കാറായി. ആ കാണുന്നതൊക്കെ ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. ഇത് എല്ലാരും പണിയൊക്കെ കഴിഞ്ഞു പോകുന്നു. സൂര്യൻ മറിഞ്ഞു. എത്ര പെട്ടെന്നല്ലേ. വെൽക്കം അറ്റ് ഇൻഡസ്ട്രിയൽ ഏരിയ സിലോറ. നമ്മളിനി എവിടെ ഫുഡ് ഉണ്ടാക്കാൻ എനിക്ക് തോന്നുന്നു അത്യാവശ്യം സ്ഥലം തപ്പേണ്ടി വരും കേട്ടോ. നമുക്കെന്നാ കുറച്ച് ഓടാം, എന്നിട്ട് ഇടയുള്ളിടത്ത് കാണുമ്പോൾ നിർത്തിയാൽ മതി. എന്നിട്ട് വേണേൽ രാത്രി എല്ലാം ചായ കുടിച്ചാൽ പോരെ. അവിടുന്ന് ലെഫ്റ്റ് പോയാലുണ്ടല്ലോ ഛോട്ടാ ഉദയ്പൂർ. ഛോട്ടാ ഉദയ്പൂർ ബോർഡ് വെച്ചിരുന്ന ബിവെയർ ഓഫ് സ്ട്രേ ആനിമൽസ്, ആക്സിഡന്റ് പ്രോൺ ഏരിയ. പട്ടീനെയും പശുവിനെയൊക്കെ സൂക്ഷിച്ചോണോ. ഇത് നല്ല ചുമന്ന് വരുന്ന അവിടെ സൂര്യൻ മറഞ്ഞിടം. ഇവിടെയൊക്കെ വഴിയില് അവിടെയൊക്കെ വണ്ടിയൊക്കെ കഴുകുന്നുണ്ട്, ലോറിയൊക്കെ. നമുക്കും അങ്ങനെ എവിടെയെങ്കിലും നിർത്തി വണ്ടി കഴുകായിരുന്നല്ലേ. അതെ, ഇവിടെ എവിടെ ട്രക്ക് ലേബായ് ഉണ്ട്, അവിടെ ഒരു ബോർഡ് ഉണ്ടായിരുന്നു. ട്രക്ക് ലേബായ് എനിക്ക് തോന്നുന്നു അങ്ങോട്ട്. ഇത് ഇവിടെ ഇഷ്ടംപോലെ വണ്ടി കിടപ്പുണ്ട്. ഇതെല്ലാം പക്ഷെ വർക്ക്ഷോപ്പ് ഏരിയ ആണെന്ന് തോന്നുന്നു. പാർക്കിംഗ് ആണെന്ന് തോന്നുന്നല്ലേ. പാർക്കിങ്ങും പിന്നെ അവിടെ ടയറുകടയൊക്കെ ഉണ്ട്. ട്രക്ക് ലേബായ് മോളെ ഇതാണ്. ഇവിടെ ഭയങ്കര പൊടിയാ, ഇവിടെ നിർത്തി കുക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് കുറച്ച് അപ്പുറത്തോട്ട് ചെന്ന് ഒതുങ്ങിയിട്ടേ ചിലപ്പോൾ വല്ല ധാബയൊക്കെ കിട്ടും, അവിടെ എവിടെയൊക്കെ നിർത്താം. ഇവിടെ എല്ലാം ധാബയ്ക്ക് ഇഷ്ടംപോലെ പാർക്കിംഗ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഇങ്ങോട്ട് ഈ സൈഡിലെല്ലാം ചിക്കൻ കടയാ. പുറയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മളെവിടെ പോയാലും അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം തപ്പി നടക്കുമ്പോൾ കിട്ടത്തില്ല, അത് കഴിയുമ്പോഴേ കിട്ടുള്ളൂ. മിക്കപ്പോഴും ഫുഡ് കഴിക്കാൻ നേരത്താ കുറേ തപ്പി ഒരു റെസ്റ്റോറൻറ്റിൽ കയറും. അത് കഴിഞ്ഞ് അവിടുന്ന് വണ്ടി 100 മീറ്റർ എടുത്ത് കഴിയുമ്പോൾ കുറേ റെസ്റ്റോറൻറ്റ്. വാപ്പി 865, ഷംലാജി 411 കിലോമീറ്റർ. ഇതൊക്കെ ഏതാണോ സ്ഥലം അല്ലേ? വാപ്പി കേട്ടിട്ടുണ്ടല്ലേ?
ഇത് അവിടെയൊക്കെ അവർ വണ്ടി കഴുകുന്നു, നമുക്കും വണ്ടി കഴിക്കാറുണ്ട്. ഇവിടെയൊക്കെ വണ്ടി കഴുകുന്നുണ്ട് കേട്ടോ, മുന്നോട്ടൊക്കെ ഇതെല്ലാം ഇതുപോലെ വണ്ടി കഴുകുന്ന ഏരിയ. അതെല്ലാം ഗ്യാസ് വണ്ടികളാണ് അവിടെ കിടക്കുന്നതൊക്കെ. ഇത് അങ്ങോട്ടുള്ള വണ്ടി മേളിൽ കൂടെ പോകുന്ന കൊള്ളാല്ലേ, രസമുണ്ട്. എന്ത് രസമല്ലേ അവിടെ കാണാൻ. 6:30 ആവാറായി, ഇതുവരെ വെട്ടം പോയില്ലല്ലേ. ഇവിടെ സൂര്യാസ്തമയം ഒരു 5:50, 55 ആ ഒരു സമയത്താണ്. 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഫുൾ ഇരുട്ടും. നമ്മളീ ചെല്ലുന്നത് ലേക്കുകളുടെ നാട്ടിലേക്കാ, ഉദയ്പൂർ. നിർത്താനൊരു സ്ഥലം നോക്കിയിട്ട് തീരെയില്ല. ഒന്നെങ്കിൽ സർവീസ് റോഡ്, അല്ലെങ്കിൽ ഇറങ്ങാൻ പറ്റിയല്ല, ബാരിയേഴ്സ് ആയിരിക്കും. ഇന്ന് ദേവുവിന്റെ കുക്കിംഗ് ആണോ? അതെ അതെ, ഇന്ന് എൻ്റെ വക ചിക്കൻ ഫ്രൈയും കഞ്ഞിയും ഉപ്പും ചമ്മന്തിപ്പൊടി. അതെ, ചമ്മന്തിപ്പൊടി. എനിക്ക് ഇത്തിരി കുറച്ച് എൻ്റെ ഒരു സിഗ്നേച്ചർ ഐറ്റംസ് ആയ കുറച്ച് എന്താ പറയാ പച്ചമുളകും ഇതും വേണമായിരുന്നു, വെളുത്തുള്ളിയും വേണമായിരുന്നു. ഈ ചിക്കൻ ഐറ്റം എന്ന് പറയാനൊന്നുമില്ല, എല്ലാത്തിന്റെ അകത്ത് വാരിയിടും, അത്രേ ഉള്ളൂ. അതന്നെ, ഈ ചിക്കൻ വറുക്കുമ്പോ ചിക്കന്റെ സൈഡിൽ ചുമ്മാ വെളുത്തുള്ളി കീറിയിടും, പച്ചമുളക് ഇടും. അത് സത്യം പറഞ്ഞാൽ കൊച്ചാട് ഐറ്റം കേട്ടോ. അത് ഞങ്ങൾ എല്ലാരും ഫോളോ ചെയ്യുന്നുണ്ട്. ടോള് പാസ്സാക്കി നിർത്താതല്ലേ അല്ലേ? ആ, അവിടെ നല്ല തിരക്കാണ്. ഇവിടെ നിർത്താന്ന് എന്നാ ഇവിടെ അധികം പൊല്യൂഷൻ്റെ ഇപ്പുറത്ത്, അല്ലെ പൊല്യൂഷൻ കഴിഞ്ഞിട്ട് നിർത്താം. പൊല്യൂഷൻ വേണ്ടി അല്ല, അത് ഫാസ്റ്റാഗ് വേണ്ടിയാ. അതിൻ്റെ അപ്പുറത്ത് നിർത്താം. അപ്പുറത്ത് അവിടെ ഒരു വാഷ്റൂം ഉണ്ട്, നമുക്ക് ടോയ്ലറ്റിൽ പോയിട്ട് വരാം. കുറച്ച് നേരെ വാഷ്റൂം തട്ടി പോരാൻ തുടങ്ങിയിട്ട്. വെളിയിലൊക്കെ നല്ല തണുപ്പുണ്ട്. അതൊരു ട്രെയിൻ പോകുന്നുണ്ട്. ഇവിടെ എല്ലാം ആൾക്കാരും ഉണ്ടെന്ന് നിർത്തി, ലോറിക്കാരന്ന് അവരെല്ലാവരും അവിടെ കൊണ്ടുവന്ന് നിർത്തി ചായയൊക്കെ കുടിക്കുക. ഒരു ബസ്സിൽ ആളിറങ്ങിയിട്ടുണ്ട്. ഇവിടെ എല്ലാവരോടും ഇരുന്ന് തീ കായാൻ കൂടുമ്പോ ഇല്ലില്ല, വാ നമുക്ക് ഫുഡ് ഉണ്ടാക്കി കഴിക്കണം. അതെ, പണി ഇനി കിടക്കുന്നേ ഉള്ളൂ. പബ്ലിക് ഫെസിലിറ്റീസ് ഇവിടെ മൊത്തം മൂത്രമണം. അതെ, മൂത്രമണം കാരണം നിൽക്കാൻ വയ്യ. വാഷ്റൂമിന് എങ്ങനെയാണോ ആവോ, ഈ ഒരു പ്രതീക്ഷയില്ല. എനിക്കും വലിയ പ്രതീക്ഷയില്ല കണ്ടിട്ട്, പോയി നോക്കാം എന്തായാലും. ഇതാണ് ആ പബ്ലിക് ഫെസിലിറ്റീസ്. ഹാൻഡിക്യാപ്റ്റിൻ്റെ ബാത്റൂം ക്ലോസ്ഡാണ്. ലേഡീസ് ബാത്റൂമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അകത്തോട്ട് പോയാൽ വളരെ പരിതാപകരമാണ്. വെള്ളമുണ്ട്, പക്ഷേ മൊത്തം വേസ്റ്റ് ആകത്തില്ല. ഇപ്പോൾ ഒരു വണ്ടി കൊണ്ടുവന്ന് നിർത്തി 5-6 പേര് കയറി അങ്ങ് പോയി. അപ്പം അവർ പോയി അവരെങ്ങനെ വാഷ്റൂം യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യൻ ക്ലോസറ്റ് ആണെങ്കിൽ ഒരു നോർമൽ യൂസ് ചെയ്യുന്നവർ യൂസ് ചെയ്യും, വെള്ളമൊന്നും ഒഴിക്കില്ല. അപ്പം യൂറോപ്യൻ ക്ലോസറ്റ് ഇപ്പുറത്തുള്ളത് ക്ലോസറ്റിലാരും യൂസ് ചെയ്യാറില്ല, നിലത്താണ് എല്ലാവരും ഇരിക്കാറ്. ഡോർ അടയ്ക്കുകയല്ല അവർ വാഷ്റൂമിൻ്റെ. അതൊക്കെ എന്തെങ്കിലും ആട്ടെ, പക്ഷേ എന്താ താഴെയാണ് ഇരിക്കാറ്. ആരും യൂറോപ്യൻ ക്ലോസറ്റിൻ്റെ മേളിൽ കയറിന്ന് യൂസ് ചെയ്യാറില്ല. ഞങ്ങൾ ഇന്ത്യൻ ക്ലോസറ്റ് അവിടെ ഫുള്ള് ഞങ്ങൾ സാനിറ്റൈസർ. ഞങ്ങൾ പൊതുവേ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം എങ്ങനെയാണ് വാഷ്റൂം ഫെസിലിറ്റീസ്. അപ്പം ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാനിറ്റൈസർ ഉണ്ട് കയ്യിൽ, അതുപോലെ ടോയ്ലറ്റ് ടിഷ്യൂ ഉണ്ട്, അങ്ങനെ പല പല സാധനങ്ങളുണ്ട്. പിന്നെ ടോയ്ലറ്റ് സീറ്റ് കവറുണ്ട്. അപ്പം ഞങ്ങൾ ആ സാനിറ്റൈസർ വെച്ച് ഫുൾ അടിച്ച് ഡോറ് തൊട്ടേ അടിച്ചാണ് കയറിയത്. പിന്നെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് കയറേണ്ടി വന്നു. അതെ, കുറേ നേരം വാഷ്റൂം തപ്പി നടക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇതാണ് ബന്ദൻവാര ഖേരി ടോൾ പാസ. അപ്പോൾ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ ക്ലീൻ ചെയ്യുന്ന ആൾ നിൽപ്പുണ്ടായിരുന്നു. പുള്ളി പറഞ്ഞ അവിടെ വെള്ളം വരുന്നില്ലെന്നാണ് പറഞ്ഞത്. ഒരു ബാത്റൂമിൽ വെള്ളം വരുന്നില്ല, അടുത്ത വെള്ളം ഉള്ളൂ. അപ്പം പുള്ളി അത് അവിടെ കംപ്ലൈൻറ്റ് എന്തോ ഇവരുടെ എന്തോ സൈഡിലത്തേക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. അവിടെ ദൂരെയാണ് പബ്ലിക് ടോയ്ലറ്റ്. ഞങ്ങൾ ഇവിടെയാണ് നിർത്തിയത് കുക്ക് ചെയ്യാൻ. ഇപ്പം കുറച്ചുകൂടെ അപ്പുറത്ത് എവിടെയെങ്കിലും മാറി എന്നിട്ട് കുക്ക് ചെയ്യാം. ഇങ്ങനെ വിശക്കാനും തുടങ്ങി. സംഭവം നല്ല പാർക്ക് ചെയ്യാൻ നല്ല സ്ഥലം ഉണ്ടായിരുന്നു ഇവിടെ. അതെ, ഭയങ്കര സ്പേഷ്യസ് ആയിരുന്നു. പക്ഷേ സ്പേസ് കൊണ്ട് റോഡിൽ നിന്ന് ഇത്തിരി അകന്നുമായിരുന്നു നിന്നിരുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു ദാബയുടെ അവിടെ കൊണ്ടുവന്ന് വണ്ടി നിർത്തി. തണുപ്പാണ്, കോട്ടൊക്കെ ഇടാന്ന് വെച്ചു. നമുക്ക് വേണമെങ്കിൽ ഉണ്ടല്ലോ, സമയം ഒരു 8 മണിയായി. അപ്പോൾ വേണമെങ്കിൽ ഇപ്പം കഞ്ഞി വെക്കണ്ടെന്ന് വെക്കാം, ഈ ദാബേന്ന് വല്ല തവാറൊട്ടി മേടിക്കാം. എന്നിട്ട് ജസ്റ്റ് ചിക്കനും വറുത്തിട്ട് ചിക്കൻ കുറച്ച് കൂടുതൽ വറുത്താക്കാം. അപ്പം നാളെയാണല്ലോ കഞ്ഞിയോ എന്തെങ്കിലും പിന്നെ വെച്ചാൽ പോരെ. അപ്പം ഇന്നത്തെ കുക്കിങ് വണ്ടിക്കകത്താണ്. അതെ, അപ്പം ചിക്കനൊക്കെ പൊന്നു കഴുകി സെറ്റാക്കാൻ വേണ്ടി റെഡിയായി. അപ്പോൾ ആ ജാറിൽ ഞങ്ങൾ അത്യാവശ്യം കുക്കിങ്ങിനും, പിന്നെ കുക്കിങ്ങിനല്ല
ഇതിനൊക്കെ വാഷ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഉപയോഗിക്കുന്ന വെള്ളമാണ്. അത് ചീത്ത വെള്ളമൊന്നുമല്ല, നല്ല വെള്ളമാണ്. പിന്നെ വേറൊരു ജാറിലാണ് കുടിവെള്ളം ഇരിക്കുന്നത്. ഇപ്പോൾ 1 കിലോ ചിക്കൻ, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. മുളക് പൊടി, ഉപ്പ്, പിന്നെ എന്നാ മഞ്ഞപ്പൊടി ഉണ്ട്, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒക്കെ അമ്മ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഇരിപ്പുണ്ട്. ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വലിയ സൂപ്പറൊന്നും അല്ല, അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. വെളുത്തുള്ളി കിട്ടുമായിരുന്നു, അത് എടുക്കണ്ടായിരുന്നു. വെളുത്തുള്ളി കിട്ടിയില്ല, അതാ ഇപ്പം പണിയിപ്പോൾ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചിക്കൻ കഴുകിയെടുക്കാം. വെള്ളം ഒഴിച്ച് സഹായിക്കും അല്ലേ? അറിയാ, എന്നെ കൊണ്ട് അതൊക്കെ ചെയ്തു തരാൻ പറ്റുള്ളൂ. സോ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് സഹായിക്കുന്നുണ്ട്. ചിക്കൻ ഇങ്ങനെ വറുക്കാൻ എനിക്കും അറിയാം. അതെ, പിന്നെ 2 പേരും കൂടെ കയ്യും തന്നെ കൊളാക്കുന്നത്. അതെ, ഒരാൾ കൈയിട്ടാൽ പോരെ. അപ്പോൾ അകത്ത് ഒരു ലൈറ്റൊക്കെ ഇട്ടു. പിന്നെ കുക്കിങ്ങിന് വേണ്ട പൊടികളെല്ലാം എടുത്ത് വെച്ചു. അതെ, ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇരിക്കുന്ന സാധനമാണ് എണ്ണ. പാല് പോലെ ഇരിക്കുന്നല്ലേ? എണ്ണ കുറഞ്ഞു പോയി. നിനക്ക് ഉപ്പിൻ്റെ കണക്കറിയാവോടി? അങ്ങനൊന്നുമില്ല, ഒരു തട്ടിക്കോട്ട് തന്നെ ഇടും. നമുക്ക് ഇഷ്ടമുള്ള പോലെ ഉപ്പിട്ടു. മഞ്ഞപ്പൊടി അധികം വേണ്ട കേട്ടോ. മഞ്ഞപ്പൊടി കുറച്ചിടുന്നുള്ളൂ, പോരെ? പോരാ, കുറച്ചുകൂടി ഇടും. സോറി. അതിൻ്റെ സ്പൂണൊക്കെ ഇത് ഇതിനകത്തുണ്ട്, എല്ലാ സ്പൂണെല്ലാം അതിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്. മുളക് പൊടി അത്യാവശ്യം കിടക്കട്ടെ. മുളക് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം. മതി. കുറച്ച് നാരങ്ങാനീര് വേണോ? ഇടാൻ വേണേ, എന്തായാലും നാരങ്ങ വെറുതെ മേടിച്ച് വെച്ചേക്കുക. അതെ, അത് അര മതി കേട്ടോ. ഇപ്പോൾ ഒരു പകുതി നാരങ്ങ, അത് ജിഞ്ചറും ഗാർലിക്കും പേസ്റ്റൊക്കെ പൊന്നും എല്ലാം കൂടെ ചേർത്ത് ഇളക്കാൻ തുടങ്ങി. ഒരു സൈഡിൽ ഇതാക്കിയിട്ടത് ഇട്ടാൽ മതിയായിരുന്നു. ഞാനത് ഓർത്ത്. മുളക് പൊടിയൊക്കെ കുറച്ചുകൂടി ഇട്ടോ. അതല്ലേ ഞാൻ ആദ്യം പറഞ്ഞു. അപ്പം മതിന്ന് ഞാൻ വിചാരിച്ചു നീട്ട് കൂട്ടിക്കളഞ്ഞാലോ എന്ന് ഓർത്ത് മതിയെന്ന് പറഞ്ഞാൽ. ഇത് ഈ മുളകിന് എരിവുണ്ടോ ഇല്ലയെന്നൊന്നും അറിയില്ല. എരിവുണ്ട്. ഉണ്ടോ? ഇത് മേടിച്ചോ എനിക്ക് കഴിഞ്ഞ ദിവസം കണ്ട് പുത്തേൻ അവിടെ നിന്ന് നമ്മൾ. എന്നിട്ട് നമ്മൾ ഒന്നും കണ്ട് ഉണ്ടാക്കിയില്ലേ? ഇല്ല. പിന്നെ ഞാൻ പൊട്ടിച്ച് വെച്ചേക്കുന്നത്. അപ്പം ചിക്കനൊക്കെ നല്ല സൂപ്പറായിട്ട് പുരട്ടി വെച്ചു. അതെ, നല്ല ചുമന്ന കളറിലായിരിക്കുന്നു. അപ്പോൾ അടുത്തതായി വരുന്ന കലാരൂപം പൊന്നു സ്പെഷ്യൽ കുക്കറിൽ ചായയാണ്. അതെ, അപ്പോൾ ഞങ്ങൾ കുഞ്ഞി കുക്കറിൽ പാലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇവക്കുള്ള പാല് മാത്രമേ ഉള്ളൂ. ചാച്ച ചായ കുടിക്കുന്നില്ല? ഞാൻ ചായ കുടിക്കുന്നില്ല, എനിക്ക് ചായയോട് വലിയ താല്പര്യമില്ല. അതിലേറ്റവും രസം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ചായപ്പൊടി ഒന്നും എടുത്ത് വെച്ചിട്ടില്ല. അമ്മ കുറച്ച് ഗ്രീൻ ടീ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടീ ബാഗ് ഉണ്ട്, അതിട്ട് ചായ വെക്കാം. കുക്കറൊക്കെ ഞാൻ സെറ്റ് ചെയ്തു. കത്തിച്ചു. കുക്കറല്ല, സ്റ്റൗ സെറ്റ് ചെയ്തു. സോറി. നീ എന്നാ ഡോറ് തുറന്നിട്ടിട്ട് സ്ഥലമുണ്ട്. അതെ, എൻ്റെ പാൽ ചൂടാവട്ടെ, എൻ്റെ ചായ കുടിക്കാം. പാല് വെച്ചതും തിളച്ചോ ഒന്നിച്ചായിരുന്നു. അതെ, ഞാൻ കുറച്ച് വെച്ചതുകൊണ്ട്. പാല് തിളച്ചു. ഇപ്പം ഇനി ശർക്കര. അപ്പോൾ ഈ ട്രിപ്പിൽ ഒരു ട്രിപ്പ് വേണം കൊണ്ടാണ് വന്നത്. അത് 2 പീസായി. അത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്തൊരെണ്ണം മേടിച്ചു. അത് പിന്നെ ഇതേ 1 പീസായി. അപ്പം എനിക്ക് വേണ്ടി പുതിയ സ്റ്റാൻഡ് കണ്ടുപിടിച്ചു. അതാണ് ഈ 2 കല്ലുകൾ. പോകുമ്പം ഈ 2 കല്ലുമായിട്ട് പോകുന്നതായിരിക്കും. അതെ, ഇത് പക്ഷെ ഞങ്ങൾ തൽക്കാലത്തേക്ക് ഒരെണ്ണം മേടിച്ചായിരുന്നു. എത്ര പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ഞങ്ങൾ കരുതിയില്ല. കടയിലധികം ആളും താളമൊന്നും ഇല്ല. ഇനി അടച്ചോന്ന് ഒരു സംശയം. അടയ്ക്കാൻ സമയമൊന്നും ആയില്ല. ശുഭപ്രതീക്ഷയിൽ നമുക്ക് പോവാം. ഭയ്യ ഗാർലിക് നാൻ ഹേ? ഗാർലിക് നാൻ നെയ് തവ റൊട്ടി ലച്ഛ പറാട്ട. അതെ, ഞാൻ ഗാർലിക് നാൻ മേടിക്കാൻ ഒരു പരിശ്രമം നടത്തിയായിരുന്നില്ലായിരുന്നു. തവ റൊട്ടിക്ക് റെഡി. എന്നാൽ ഭയം ചിക്കൻ വർഗ. അപ്പം ആദ്യത്തെ സ്റ്റെപ്പ് എണ്ണ. അതെ, എണ്ണ സ്പൂൺ വെച്ച് തോണ്ടിയിടുക. അത് മൊത്തത്തിൽ ഉറഞ്ഞിരിക്കുക, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് ആദ്യം പാൻ വെക്കാം. എന്നിട്ട് ഗ്യാസ് ഓൺ കരോ. ഇത് ഞങ്ങൾ ഇന്നലെ മേടിച്ച കുഞ്ഞി പാന. മുട്ട പൊരിക്കാൻ മേടിച്ചാണ്. ലാസ്റ്റിന് ഉപയോഗിക്കാം. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ പാത്രം എടുക്കാണ്ട് വന്നതാണ്. അമ്മ കുറേ എടുത്ത് തന്നു. പിന്നെ ഞങ്ങൾ ഇതൊന്നും ഞങ്ങൾ ഉപയോഗിക്കുകയല്ല, ഞങ്ങൾക്ക് ലിമിറ്റഡ് പാത്രങ്ങൾ മതി എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എടുത്തുകൊണ്ട് വന്നതാണ് ഇത്രയും പാത്രങ്ങൾ. പിന്നെ എന്തെങ്കിലും വേണമെങ്കിൽ ചെറിയ പാത്രം പോകുന്ന വഴിക്ക് മേടിച്ചോളാം. കാരണം അവർ ഒരെണ്ണം കൊണ്ടല്ലേ വന്നേ. ഇങ്ങനെ ട്രിപ്പ് പ്ലാൻ ഇല്ലാത്തതുകൊണ്ട് അവരും ക്യാരവനിൽ വന്നോണ്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് ലെഗ് തന്നെ അങ്ങനെ ഇടുന്നത്. ലെഗ് ഇടുമ്പോഴേ പാത്രം നിറയും. അതെ, അത്യാവശ്യം ചിക്കൻ കൊള്ളും.
അതെ, അപ്പൊ ഫസ്റ്റ് സെറ്റ് ഇട്ടു, ഇനി കുറച്ചുകൂടെ ഉണ്ട്. അതുകൂടെ വറുത്ത് വെച്ചോ, നമുക്ക് നാളെ രാവിലത്തേക്ക് യൂസ് ചെയ്യാം. അതെ, ചിക്കനും റൊട്ടിയൊക്കെ ചൂടായിട്ട് പോകും. എന്തായാലും ഒരു സെറ്റ് ആയില്ലേ, നമുക്ക് കഴിക്കാം. പതുക്കെ കഴിച്ചേക്കാം. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ സാധനങ്ങളെല്ലാം കയറ്റി എല്ലാം എടുത്ത് വെച്ചു. പൊന്നു ദേ പല്ലൊക്കെ തേക്കുക. അപ്പോൾ അതെ, ഡ്രൈവർ വണ്ടി കയറി സെറ്റായി. വണ്ടി എടുത്തോ, ഞാനിനി നാളെ മുതൽ തുടങ്ങാം. കുറച്ച് കഴിയുമ്പോൾ എന്തായാലും പോയി കിടക്കണമല്ലോ. ഇങ്ങോട്ട് ചെന്നിട്ട് ഇടയിൽ ഒതുക്കാം. അതെ, ചേട്ടന്മാരൊക്കെ അതെ അവിടെ നിന്ന് തീ കായണു. നൈറ്റ് സർവീസ് വണ്ടികളൊക്കെ നിർത്തിയിരിക്കുന്നു. വെളിയിൽ നല്ല തണുപ്പാ. അകത്തിപ്പം ഹീറ്റർ ഇട്ടേക്കുക. മരിച്ചിത്ര നേരം വെളിയിൽ നിന്നോണ്ട്. വെളിയിൽ ഇപ്പൊ ടെമ്പറേച്ചർ ഒരു 13 ഉള്ളൂ. രാവിലെ ആകുമ്പോഴത്തേക്ക് ടെമ്പറേച്ചർ ഒരു 6, 7 ഒക്കെ ഉള്ളൂ. ആ ട്രെയിലറേലെ ലോഡ് കണ്ടോ, 2 JCB-യാ. ഞാൻ ഒരെണ്ണം ആദ്യം കണ്ടുള്ളായിരുന്നു. ഫ്രണ്ടിൽ ഒരെണ്ണോടുണ്ട്. ഒരാഴ്ച ശേഷം ഇപ്പം നമ്മൾ വീണ്ടും വണ്ടിയിൽ കിടക്കാൻ പോന്നെ. അത് ശരിയാ. ദിവസല്ലേ? നമ്മള് അവിടെ ജയ്പൂർ ചെന്ന് കഴിഞ്ഞ പിന്നെ നമ്മൾ അപ്പുറത്ത് അതല്ലേ അജ്മീർ മുതൽ നമ്മൾ പിന്നെ വണ്ടിയിൽ കിടന്നിട്ടില്ല അധികം. അപ്പോൾ ഇന്ന് നമ്മൾ ഗാഡിമേയും ഉദയ്പൂർ 236 കിലോമീറ്റർ, അഹമ്മദാബാദ് 491, മുംബൈ 955 കിലോമീറ്റർ. ഈ റൂട്ടിലുണ്ടല്ലോ പമ്പുകളൊക്കെ ഇഷ്ടം പോലെ ധാബ കാണുന്നുണ്ട്. ഏതായാലും ധാബയിൽ കിടക്കേണ്ട വരും മിക്കവാറും. നമുക്ക് ഏതെങ്കിലും ധാബയിൽ കിടന്നുറങ്ങിയാലോ? ധാബയിൽ കിടക്കാനൊക്കെ റെഡിയാണ്, പക്ഷെ വാഷ്റൂം ആണ് ഒരു പ്രശ്നം. അത് ശരിയാ. അങ്ങനെയാണെങ്കിൽ എന്നാ പമ്പ് തന്നെ നോക്കാം. അതെ, അവിടെ ഒരു ലെഫ്റ്റ് സൈഡിൽ ഒരു പമ്പ് കാണുന്നുണ്ട്. നോക്കാം. അവിടെ കണ്ടിട്ട് വലിയ പമ്പാന്ന് തോന്നുന്നു. അത്യാവശ്യം വലിയ പമ്പാണ്. ഇവിടെ ഇന്ത്യൻ ഓയിലും ഉണ്ട്. ഇന്ത്യൻ ഓയിൽ കുഞ്ഞു പമ്പാ. ഇവിടുത്തെ BPCL കുറച്ച് വലിയ പമ്പാ. കേട്ട് നോക്കാം. ഗറാണോ? അല്ല, അതെ, അപ്നാഗർ. BPCL ഗറ. അവിടെ അകത്തൊരു ലോറി കിടപ്പുണ്ട്. ഇവിടെ കിടക്കാൻ പറ്റുമോ ചോദിക്കാൻ വേണ്ടി പോയതാ. എന്നാ പറഞ്ഞേ? കിടന്നോളാൻ പറഞ്ഞു. അവിടെ ഡിവൈഡറിന്റെ അടുത്ത് പാർക്ക് ചെയ്തോളാൻ. അപ്പൊ എല്ലാരും നേരത്തെ ചോദിച്ചിട്ടുള്ള ചോദ്യം, നമ്മളെങ്ങനെ പമ്പിൽ കിടന്ന് ഉറങ്ങുന്നതെന്ന്. അതെ, പമ്പിൽ കിടന്ന് ഉറങ്ങുമ്പോൾ വണ്ടിക്കകത്ത് കുറച്ച് സെറ്റപ്പ് കാണിച്ചു തരായിരുന്നു. വണ്ടി ഇപ്പൊ ഞാൻ ഓഫ് ചെയ്യുന്നില്ല, ബിക്കോസ് ഹീറ്റർ ഇട്ടേക്കുക. വണ്ടി ഒന്ന് ചൂടാവട്ടെ. തന്നെ രാവിലെ ആകുമ്പോ നല്ല തണുപ്പോ, അതുകൊണ്ട് ഇപ്പൊ ഒന്ന് ചൂടാവട്ടെ. അപ്പം ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ഷെയ്ഡ് എടുത്ത് വെക്കുകയാണ്. ബാക്കിലത്തെ ഗ്ലാസ്സിനൊക്കെ ഓൾറെഡി ഷെയ്ഡ് ഉണ്ട്. ഇവിടെയും കൂടെ ഫ്രണ്ടിലത്തെ ഗ്ലാസ്സിനോട് ഷെയ്ഡ് വെക്കും. അപ്പോൾ അവിടെയും ഷെയ്ഡായി, ഇവിടെ ഷെയ്ഡായി, പിന്നെ പുറകിലൊക്കെ ഷെയ്ഡ് ഉണ്ടല്ലേ. അതെ, ആ ഗ്ലാസ്സിനുണ്ട്, അതുപോലെ ഇപ്പുറത്തെ ഗ്ലാസ്സിനൊക്കെ ഉണ്ട്. ഇനിയാണ് മെയിൻ സാധനം. ഇതാണ് കർട്ടൻ. ഇത് വേറൊരു ഷെയ്ഡ്. അതെ, ഫ്രണ്ടിൽ നിന്ന് വെട്ടം കയറായിരിക്കും. അതെ, അപ്പം ഇതവിടുന്ന് അവിടെ കൊണ്ടുവന്ന് ക്ലിപ്പ് ചെയ്യും. ഇത് അധികം ലാസ്റ്റ് ചെയ്യത്തില്ലാത്ത സംഭവം, ജസ്റ്റ് കുറച്ച് നാളത്തേക്കൊക്കെ നിൽക്കുള്ളൂ. അപ്പം ഇത് വാക്യൂമാ ഈ നിൽക്കുന്ന സാധനം. നമ്മൾ അങ്ങോട്ട് സ്റ്റിക്ക് ചെയ്തിട്ട് ഇത് നേരെ അതിലോട്ട് എടുത്ത് വെക്കും. ഇനി നമുക്ക് ബാക്കിൽ ഷെയ്ഡ് വെക്കാം. വെളിയിലോട്ടിറങ്ങാം. ഇത് ബാക്കിലത്തെ ഡോറിനുള്ള ഷെയ്ഡാണ്. ഇതൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് അധികം വെട്ടം വണ്ടിക്കകത്തോട്ട് കയറത്തില്ല. അപ്പം നമുക്ക് കിടക്കാൻ കയറുന്നതിന് മുന്നേ വാഷ്റൂമിൽ പോയിട്ട് വരാം. പല്ലൊക്കെ ഞങ്ങൾ ഓൾറെഡി ഫുഡ് കഴിച്ച് കഴിഞ്ഞ് തേച്ചു. അപ്പം എല്ലാം കഴിഞ്ഞ് വന്നിട്ട് വണ്ടി ഒരു 2 മിനിറ്റും കൂടെ സ്റ്റാർട്ട് ചെയ്ത് നിർത്താം. കഴിഞ്ഞ ദിവസമൊന്നും ഞങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിർത്തുന്നൊന്നും ഇല്ലായിരുന്നു. അതിനുള്ള തണുപ്പ് ഉണ്ടായിരുന്നുണ്ട്. ഇന്ന് ഇത്തിരി തണുപ്പ് കൂടുതലാണ്. അതുകൊണ്ട് ജസ്റ്റ് വണ്ടി നമുക്കൊരു 5 മിനിറ്റ് സ്റ്റാർട്ട് ചെയ്ത് നിർത്താം. അപ്പോഴത്തേക്ക് മൊത്തം ചൂടാവും. അപ്പോൾ ഫുള്ള് ഷെയ്ഡെല്ലാം വെച്ച് മൊത്തം സെറ്റായി. ഇനിയിപ്പോൾ കിടന്ന് ഉറങ്ങാൻ പോവുക. ഇപ്പോൾ സമയം ഇപ്പോൾ 11:30 കഴിഞ്ഞു, 11:45. പിന്നെ ഇപ്പോൾ കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ എണീറ്റ് നമുക്ക് ഉദയ്പൂരിലെ ബാക്കി കാഴ്ചയുടെ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം.